അവനെ പോലെ ഒളിവും മറവുമായി നടക്കുന്ന ഒരുത്തൻ നിന്റെ ജീവിതത്തിലേക്ക് വരാത്തത് നന്നായേ ഉള്ളൂ. അത് നീ മനസ്സിലാക്ക. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ മൂഡ് ഓഫ് ഒന്ന് മാറട്ടെ. ആ, അത് ഉഗ്രൻ ഐഡിയ. അങ്ങോട്ട് നടന്ന നല്ല വെറൈറ്റി ഐസ്ക്രീംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ബാ. വേണ്ട, ബാ. എന്താ ദേ നോക്കിയേ, അത് അവനല്ലേ? ഞാൻ പറഞ്ഞത് ഒരു ഉപദേശമായിട്ട് എടുക്കരുത്. പഴയ പോലെ അഭി പഞ്ചരത്നത്തിലേക്ക് വരണം. എന്തിനാ ഭക്ഷണം കഴിച്ചിട്ട് കുറ്റം പറയാനാണോ? കുറ്റം ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ, സാരമില്ല. തമാശ വിട്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എങ്ങനെ? അഭിമന്യു ജോലിക്ക് പോയിട്ട് എത്ര ദിവസമായി? ഓ, അപ്പോ അച്ചു മൊത്തം വിളമ്പി തന്നിട്ടുണ്ടല്ലേ? അവളെ കുറ്റം പറയണ്ട, കാര്യമില്ല ഞാൻ പറഞ്ഞത്. ആ, ഒരുപാട് കാലമായിട്ട് ചോദിക്കണമെന്ന് കരുതിയ ഒരു കാര്യ. ചോദിക്കാമോ? അമൃതയ്ക്ക് എന്നോട് എന്ത് ചോദിച്ചൂടെ? സത്യത്തില് എന്താ അഭിമന്യുവിന്റെ ജോലി? കുറ്റം പറച്ചില്, അതാ എന്റെ ജോലി. ആ, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതാ പറഞ്ഞത്, ആഹാരം കഴിക്കുക, കുറ്റം പറയുക, അതാ എന്റെ ജോലി. സോറി, ചോദ്യം ഞാൻ തിരിച്ചെടുത്തു. പറയാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഞാനതിന് തമാശ പറഞ്ഞല്ല, ശരിക്കും പറഞ്ഞത്. മതി മതി, കളിയാക്കുന്നതേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആരാടി അവനുമായി ചിരിച്ചു കൊഴയുന്ന സുന്ദരി? ആർക്കറിയാം? എനിക്ക് അവളെ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. പേരും ജാതകവും എനിക്കറിയില്ല. ആരായാലും കൊള്ളാം. കണ്ടിട്ട് നേരെ വാ നേരെ പോലെ അതിനാണെന്ന് തോന്നുന്നില്ല, അല്ലേടി? അതെ, അതിലൊരു സംശയവും ഇല്ല. എന്തായാലും അമൃത എന്നെ കാണാൻ വന്നതിലും സംസാരിച്ചതിലും ഒക്കെ വളരെ സന്തോഷം. ഇതറിഞ്ഞപ്പോ വന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും മനസ്സിൽ തോന്നി. എന്തോർത്ത് നിൽക്കുവാ? പോയി പണി നോക്കാൻ പറയടി. അത് ചിലപ്പോ അവന്റെ പഴയ ലൈൻ വല്ലതും ആയിരിക്കും. പഴയതോ പുതിയതോ ആർക്കറിയാം? എന്തായാലും എന്താ, അഭിമന്യു എന്ന് കുരുക്ക നിന്റെ തലേന്ന് ഒഴിഞ്ഞല്ലോ, അതോർത്ത് സമാധാനിക്ക. സമാധാനിക്കാനല്ല, അവന്റെ സമാധാനം കെടുത്താനാ ഇനി എന്റെ പുറപ്പാട്. എങ്ങാനും നീ അവനെ കെട്ടിയിരുന്നെങ്കിൽ മിക്കവാറും ഇവളെ സൈഡിൽ നിർത്തി നിന്നെ അവൻ തേച്ചേനെ. ഏതായാലും കല്യാണം മുടങ്ങിയതുകൊണ്ട് നീ ജസ്റ്റ് രക്ഷപ്പെട്ടു. നിന്റെ മനസ്സിന്റെ പുകച്ചിൽ ഇനിയും മാറുന്നില്ലെങ്കിൽ നീ അവനോട് നേരിട്ട് പോയി 2 വർത്താനം പറ. അതോടെ തീർന്നോളും നിന്റെ പ്രശ്നം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.